അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹുസൈൻവാലയിലാണ്. ഹുസൈൻവാല ഇത് ശരിക്കും ഹുസൈൻവാല റെയിൽവേ ലൈനിൻ്റെ എൻഡാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു എൻഡ് ഭാഗമാണ് വരുന്നത്. എൻഡ് ഓഫ് റെയിൽവേ എന്നുള്ളതാണ്. ഇത് കണ്ടോ, എൻഡ് ഓഫ് റെയിൽവേ ആണ്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടാണ് ആ പരേഡ് കാണാനായിട്ട് പോകേണ്ടത്. ഈ ഒരു പാലമാണ്, ആ പാലം കഴിഞ്ഞിട്ടാണ് പരേഡ് പോകേണ്ടത്. ഏറ്റവും ചരിത്രപ്രസിദ്ധവും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഹുസൈൻവാല. 1885 ഇത് സ്ഥാപിതമായത്. ഇപ്പോൾ വർഷത്തിൽ 2 ദിവസം മാത്രമേ ഹുസൈൻവാല റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ സർവീസ് നടത്തൂ. മാർച്ച് 23-നും ഏപ്രിൽ 13-നും. ഇവിടെ അടുത്തുള്ള രക്തസാക്ഷി സ്മാരകത്തിലേക്ക് സന്ദർശകരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഇതുണ്ട് എൻഡ് ഓഫ് റെയിൽവേ. നമ്മുടെ റെയിൽവേയുടെ എൻഡ് ഭാഗത്ത് നമ്മളെത്തി. ഹുസൈൻവാല റെയിൽവേ സ്റ്റേഷൻ 1947 ഇന്ത്യ വിഭജനത്തിന് മുമ്പ് വരെ ഡൽഹി ലാഹോർ റെയിൽവേ പാതയിൽ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായിരുന്നു ഹുസൈൻവാല റെയിൽവേ സ്റ്റേഷൻ. വിഭജനത്തിന് ശേഷം ഇന്ത്യയിലെ ഫസിൽക്കയുമായും പാകിസ്ഥാനിലെ അമുക്രയുമായും ബന്ധിപ്പിക്കുന്ന 20 കിലോമീറ്റർ ദൂരം ഓടുന്ന ഒരേ ഒരു ട്രെയിൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 1965 യുദ്ധത്തോടെ ഇത് പിൻവലിക്കുകയും ചെയ്തു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ 1681 മീറ്റർ നീളമുള്ള കൈസർ ഇ ഹിന്ദ് റെയിൽ കം റോഡ് പാലം നശിപ്പിച്ചു. പിന്നീട് അത് പുനർനിർമ്മിച്ചിട്ടില്ല. 1970 വരെ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള പ്രധാന റോഡ് ക്രോസിംഗ് കൂടിയായിരുന്നു ഇത്. ഒരേ സമയം റെയിൽവേയും റോഡും പോകുന്ന റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആയിരുന്നു ഇത്. നമുക്ക് അപ്പുറം പോകണം. അവിടെയാണ് പരേഡ് കാണാനായിട്ട് പോകേണ്ടത്. ഹുസൈൻവാല ബോർഡർ പരേഡ്, ഇൻഡോ പാക് ബോർഡർ പരേഡാണ്. ഇനി ഇവിടുന്ന് പാകിസ്ഥാൻ ബോർഡറിലോട്ട് നമുക്ക് 1.5 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. അത്രയും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ബോർഡറിൻ്റെ ഭാഗമാവും. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ വാഗാ ബോർഡർ പോലെ തന്നെ ഒരു പരേഡ് നടക്കുന്നുണ്ട് BSFൻ്റെ. അപ്പോൾ അത് നമുക്കൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം സമയത്രമായില്ല, ഈവനിങ് സമയത്താണ് പരേഡ് വരുന്നത് പതാക താഴ്ത്താനായിട്ട്. അപ്പോൾ അത് ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇത്രയേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ, ഹുസൈൻവാല റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഹുസൈൻവാല ബോർഡറിലെത്തി. നമ്മളിവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകണം. നമ്മുടെ ID കാർഡ് കൊടുത്ത് വേണം എൻട്രി കയറാനായിട്ട്. സമയം എത്രേ അതൊന്ന് വാച്ചില്ല. 4 മണി. ഇവിടെ വന്നപ്പോൾ ഒരു BSFകാരൻ പറഞ്ഞു ഇവിടെ ഭഗത് സിംഗിൻ്റെ ഒരു സ്മാരകമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാം. ഞങ്ങളത് ഉദ്ദേശിച്ച് വന്നതാണ്, പക്ഷേ താമസിച്ചൊന്നുമില്ല. അപ്പോൾ ഇവിടെ പരേഡ് തുടങ്ങുമ്പോൾ എന്തായാലും 5:30-6 മണിയാവും. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങോട്ട് പോവാം. പോയ ശേഷം പരേഡ്. ഇതാ ഇവിടെ കുറച്ച് സ്മാരകങ്ങളുണ്ട്. ബാറ്റിൽ ഓഫ് ഷേഖ്ജറ 1971. ഇൻ ഓർഡർ ടു എൻജോയ് ലോസസ് അറ്റ് ഹുസൈൻവാല മേജർ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ബാറ്റിൽ ഓഫ് ഷേഖ്ജറ 1971 ഗാലണ്ടറി അവാർഡ്സ് കിട്ടിയവരുടെ ഡീറ്റെയിൽസ് ഇതൊക്കെ. ഇത് ബാറ്റിൽ ഓഫ് അസൽ ഉത്തർ 1965. അതിലെ ഗാലണ്ടറി അവാർഡ്സ് കിട്ടിയത് പരംവീർ ചക്ര ഉണ്ട് കേട്ടോ. മുഹമ്മദ് അബ്ദുൽ ഹമീദ് 4 ഗ്രനേഡ്സിൻ്റെ പരംവീർ ചക്രയുണ്ട്. അതിനകത്ത് അവിടെ വീർചക്രയും സേനാ മെഡലും. ഇത് ബാറ്റിൽ ഓഫ് ഹുസൈൻവാല ഡിസംബർ 1971. അതിൽ വീരചരമം അടഞ്ഞവരുടെ പേരും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2nd ബറ്റാലിയൻ മറാത്ത ലൈറ്റ് ഇൻഫൻട്രി കാളി പഞ്ച്വിൻ. ആ ബാറ്റിൽ ഓഫ് ഹുസൈൻവാല 1965 ആ ഒരു പടവും ആ മാപ്പും കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സുഖദേവ് ഭഗത് സിംഗ് രാജ്ഗുരു അവരുടെ ഫോട്ടോസും കാര്യങ്ങളുണ്ട്. ഈ സ്ഥലത്തിന് പ്രേരണ സ്ഥലം എന്നാണ് പറയുന്നത്. ഇൻ മെമ്മറി ഓഫ് ദി ഇന്ത്യൻ സോൾജേഴ്സ് ഹൂ മെയ്ഡ് ദ അൾട്ടിമേറ്റ് സാക്രിഫൈസ് ഡിഫെൻഡിങ് ദിസ് പീസ് ഓഫ് ഗ്രൗണ്ട്, ദ സമാധി ഓഫ് ഷഹീദ് ഭഗത് സിംഗ്, ശിവറാം ഹരി രാജ്ഗുരു, ഷഹീദ് സുഖദേവ് താപ്പർ. ഇത് ബാറ്റിൽ ഓഫ് ഹുസൈൻവാല ബ്രിഡ്ജ് 1956. നമ്മൾ കയറി വന്ന ബ്രിഡ്ജാണ് കേട്ടോ. നമ്മളിപ്പം കയറി വന്ന ബ്രിഡ്ജ് ഇവിടെ ഉണ്ട്, ഹുസൈൻവാല ബ്രിഡ്ജ്. ഇത് ബാറ്റിൽ ഓഫ് ഹുസൈൻവാല 1965. അതിലെ ഗാലണ്ടറി അവാർഡ്സും ജീവത്യാഗം സംഭവിച്ചവരുടെയും പേരുകളാണ്. ബാറ്റിൽ ഓഫ് ഹുസൈൻവാല 1956. അതിൽ അശോക് ചക്ര കിട്ടിയിട്ടുണ്ട്, കീർത്തിചക്ര, ശൗര്യചക്ര, സേനാ മെഡൽ. ഇവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ളതാണ്. കേരള ലഫ്റ്റനൻറ്റ് ജനറൽ KJ സിംഗ് AVS.
ഷൈവ ഓഫ് 15 പഞ്ചാബ്, മേജർ SPS വറാച്ചി. ഷേരിയ ഓഫ് 15 പഞ്ചാബ്. ഫസ്റ്റ് പട്യാല വാർ മെമ്മോറിയൽ. നമ്മളിതിനകത്തേക്ക് കയറുവാണ്. ഇവിടെ ചെരുപ്പക്കൂരിയാണ് കയറുന്നത്. ബിൽഡിംഗ് കേസറി ഹിന്ദ്. ഇതെവിടെ ഒരു ട്രെയിനിൻ്റെ ബോഗിയുണ്ട് കേട്ടോ ഇതിനകത്ത്. വിർച്വൽ ട്രെയിൻ ജേർണി. The Imbric train journey showcases the real train that ran during the pre-independence era and prices about the ട്രെയിനിനകത്തൊരു വിർച്വൽ ട്രെയിൻ ജേർണി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് കയറി കാണാമെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പുറം കൂടെ ആയിരിക്കും പോകേണ്ടത്. നമുക്ക് ആദ്യം ഇതുവഴി കയറിയിട്ട് അങ്ങോട്ട് പോകാം. ഇവിടെ നമുക്ക് അവിടെ കാണാം നമ്മുടെ വാഗ പരേഡ് ചെയ്യുന്ന ഓഫീസർമാരുണ്ട്. അവരുടെ ആ സെയിം ഡ്രസ്സിൽ അവരവിടെ ഡ്യൂട്ടിയിലുണ്ട്. അവരെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാനുള്ള സൗകര്യം ഈ ഹുസൈൻവാല ബോർഡറിലുണ്ട്. ഷഹീദ് ജ്യോതി. നമുക്ക് ഇവരുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അവരവരുടെ ഫുൾ യൂണിഫോമിലാണ്. അവരുടെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു സൗകര്യം നമുക്കിവിടെ കിട്ടും. അടിപൊളി അല്ലേ, മീശയൊക്കെ ഉണ്ട്. ഷഹീദ് ജ്യോതി ഇത് ഫുൾ ടൈം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇൻകുലാബ് സിന്ദാബാദ്. എന്നാൽ പയ്യന് പേടിയാത് എടുത്തിട്ട്. വാ, നമ്മുടെ ഷഹീദ് ഭഗത് സിംഗിൻ്റെയും സുഖ്ദേവിൻ്റെയും രാജ്ഗുരുവിൻ്റെയൊക്കെ ഒരു പ്രതിമ പോലെ മുഖത്തിൻ്റെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ധീരദേശാഭിമാനികളായ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ 1931 മാർച്ച് 23 തൂക്കിലേറ്റിയ ശേഷം സംസ്കരിച്ചത് സത്ലജ് നദിയുടെ തീരത്തുള്ള ഈ സ്ഥലത്താണ്. ലാഹോർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയ ശേഷം ബ്രിട്ടീഷുകാർ രഹസ്യമായി ഇവരുടെ മൃതശരീരം ഇവിടെ കൊണ്ടുവന്ന് ഒരു ചടങ്ങുമില്ലാതെ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. ആംഫി തിയേറ്ററാണ്, ഓപ്പൺ തിയേറ്റർ പോലത്തെ സംവിധാനം. പരിപാടികളൊക്കെ എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യദിനത്തിനും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ കാണുമായിരിക്കും. പിന്നെ അവിടെ ഒരു പാർക്കുണ്ട്, വൈകിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഈ കോട്ടയുടെ മുകളിലേക്കൊന്ന് കയറി നോക്കട്ടെ. 1965 ബട്കേശ്വർ ദത്തിൻ്റെയും ശവസംസ്കാരം ഇവിടെയാണ് നടത്തിയത്. ഭഗത് സിംഗിനൊപ്പം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബേർ നടത്തിയ ബട്കേശ്വർ ദത്ത് മരണശേഷം തന്റെ ശവസംസ്കാരം ഇവിടെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ സംസ്കാരവും ഇവിടെയാണ് നടത്തിയത്. ഭഗത് സിംഗിന്റെ അമ്മ വിദ്യാവതിയുടെയും സംസ്കാരം അവരുടെ ആവശ്യപ്രകാരം ഇവിടെ തന്നെയാണ് നടത്തിയത്. മോളി വന്നു. ഇതിനകത്തേക്ക് കയറാം. ഇതിൻ്റെ അകഭാഗത്താണ് ഇതൊക്കെ. ഈ തോക്ക് വെച്ച് ഒരു വെടിവെക്കുന്ന ആ ഒരു ഹോളുണ്ടല്ലോ, ഇതാ സംവിധാനം. ഇതിനകത്തിരുന്നാണ് വെടിവെക്കാനായിട്ട് ഇരിക്കുന്നത്. തോക്കൊക്കെ ആയിട്ട്. പാർക്ക് കാണാം. മറ്റേ പാലം, ഒറിജിനൽ മറ്റേ ഹുസൈൻവാല പാലം ഉണ്ടല്ലോ, ബ്രിഡ്ജ്, പഴയ ബ്രിഡ്ജ്, അതിൻ്റെ അടുത്തോട്ട് ഇതുവഴി പോകുന്നതെന്ന് അറിയത്തില്ല. നോക്കാം, താഴേക്ക് ഇറങ്ങാം. ഇതുപോലെ തന്നെയാണ്. ഈ മുറിക്കകത്തും ആ വെടിക്കോപ്പുകളുടെ വെടിവെക്കാനുള്ള ഹോളുകളാണ്. ബാക്കിയെല്ലാം നല്ല കവറിങ്. പിന്നെ മുകളിലേക്കൊരു ഇതുണ്ട്, എയർ പോകുന്നതിൻ്റെ ആയിരിക്കും. എയർ ഹോൾ പോലെ എന്തോ അതിന് ഇരുമ്പാ. അവിടെ എന്തെങ്കിലും സംവിധാനം കാണുമായിരിക്കും. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ സ്ഥലം പാകിസ്ഥാന്റെ ഭാഗമായി. പക്ഷേ 1961 ഫസിൽക്കയ്ക്ക് സമീപമുള്ള 12 ഗ്രാമങ്ങൾക്ക് പകരമായി ഇന്ത്യക്ക് ഈ സ്ഥലം തിരികെ നൽകി. സർക്കാരിന്റെ ഈ നടപടി CPIയുടെ വിദ്യാർത്ഥി സംഘടന AISFന്റെ സമ്മർദ്ദം മൂലമായിരുന്നു. AISFന്റെയും AIYFന്റെയും പ്രവർത്തകർ ബഹുജന സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും ഇതിനായി നടത്തിയിരുന്നു.
ഇന്ന് ശരിക്കും അവരവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതോ അവരുടെ സീനിയറുണ്ട്. അപ്പോൾ ആ സീനിയർ അവിടെ പുഷ്പചക്രം അർപ്പിക്കാൻ വരും. അപ്പോൾ അതിൻ്റെ അവർ ഒരു ഡ്രിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നോ കേട്ടോ. അതാണ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അവസരം കിട്ടി. ഇനിയിപ്പോൾ വിഷ്വൽ ട്രെയിൻ ജേർണിയുടെ കാര്യത്തിലേക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു അത് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. दीदी ये वाला अभी वर्किंग नहीं है ट्रेन? हाँ ഓ നെയ് ചലത്തി ഇത് ഇപ്പം ഇല്ലെന്നാണ് പറഞ്ഞത്. എന്തോ ഒരു മുണ്ടേ ചലത്തി അങ്ങനെ എന്തോ ഒരു വാക്ക് പറയുന്നത്, പഞ്ചാബി എനിക്ക് മനസ്സിലായില്ല. എന്നാലും അതിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം. ഇതാണ് ട്രെയിനിൻ്റെ ആ ഒരു മോഡൽ. ശരിക്കും ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷന് ട്രെയിനിൻ്റെ ബോഗി അതെല്ലാം ഇവിടെ ഉണ്ട്. മൊത്തം പക്ഷികളുടെ കാട്ടമാണ്, അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. ഇങ്ങനത്തെ കുറേ കഥകളുണ്ടായിരുന്നു, പക്ഷെ അതിപ്പം വർക്കിംഗ് അല്ല, കാരണം അറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതുവഴി നേരെ കയറി ഇത് കാണിച്ച് ഇറക്കുന്ന പരിപാടിയായിരുന്നു തോന്നുന്നു. അതിപ്പോൾ ഇല്ല. ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും ലക്ഷണമൊന്നും കാണുന്നില്ല. അതൊക്കെ പണ്ട് എഴുതിയിരുന്നായിരുന്നു, ഇപ്പം നടക്കുന്നില്ലെന്ന് തോന്നുന്നു. ഈ ഒരു പാലം, ഈ പാലത്തിൻ്റെ പിടിച്ചെന്താ പഞ്ചാബ് ബദേഴ്സ് ടോംബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വായിച്ചിട്ട് പിടികിട്ടുന്നില്ല. ഒരു പാലത്തിൻ്റെ ഹുസൈൻവാല ബ്രിഡ്ജാന്ന് തോന്നുന്നു, പഴയ ബ്രിഡ്ജായിരിക്കാം. പഞ്ചാബ് മദേഴ്സ് ടോംബ്. ദിസ് വിദ്യാവതി വാസ് ബോൺ ഓൺ വില്ലേജ് മോറൽ വനിത. ഭഗത് സിംഗിന്റെ മാതാവ് വിദ്യാവതിയുടെ ശവകുടീരമാണിത്. അവരുടെ ആഗ്രഹപ്രകാരം മരണശേഷം ഭഗത് സിംഗിന്റെ മൃതദേഹം സംസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് വിദ്യാവതിയെയും സംസ്കരിച്ചത്. ഇതാണ് പാലത്തിന്റെ സംവിധാനം തോന്നുന്നു. എന്താ എഴുതിയേക്കുന്നത് നോക്കട്ടെ. മാർട്ടിയേഴ്സ് മെമ്മോറിയൽ ഹുസൈൻവാല ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ബൈ ചീഫ് മിനിസ്റ്റർ പഞ്ചാബ് ഓഫ് മാർച്ച് 1982. ആ പാലത്തിൻ്റെത് നല്ല നീളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സത്ലജ് നദിക്ക് കുറുകെയാണ് കൈസറെ ഹിന്ദ് ബ്രിഡ്ജ് പണിതത്. 1880 ഇത് തുറന്നു കൊടുക്കുന്നത്. ശത്രുക്കൾ കടന്നു വരുന്നത് തടയാനായി 1971 ഈ പാലം തകർത്തു. പിന്നീടത് പണിതിട്ടില്ല. ഇപ്പോൾ ഇതിന്റെ ശേഷിച്ച ഇരുമ്പ് കേർഡറുകളും തൂണുകളും മാത്രമേ ഓർമ്മയ്ക്കായിട്ടുള്ളൂ. അതാണ് ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മഹാരാജ രഞ്ജിത് സിംഗ് ജി പണിത റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേയുടെ എൻഡ് ഭാഗം ഇവിടം വരെയായിരുന്നു. ഇതിൻ്റെ മുകളിൽ കൂടി വണ്ടിയും പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ ഇതെല്ലാം പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോ പീസായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പണ്ട് തന്നെ പണിതിട്ടുള്ള രഞ്ജിത് സിംഗ് ജി പണിതതാണ്. അപ്പോൾ പണ്ട് ഇതുവഴി ട്രെയിനും അതിൻ്റെ മുകളിൽ കൂടെ വണ്ടിയും വരുന്നതാണ്. ഇവിടം വരെ പണ്ട് ട്രെയിൻ വരുമായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മൾ ആ കുറച്ച് മുമ്പേ കണ്ട സ്ഥലം വരെയേ ഉള്ളൂ ട്രെയിൻ. അപ്പോൾ നമ്മൾ കാണുന്ന ട്രെയിനില്ലേ, അതുവരെ അത് ഇങ്ങനെ മുകളിൽ കൂടെ റെയിൽ പാളമായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ വണ്ടികൾ പോകാനുള്ള പാലം ഉണ്ടായിരുന്നു. അതിൻ്റെ എൻഡി പോയിൻ്റ് ആയിരുന്നു ഇത്. പക്ഷെ ഇതൊക്കെ യുദ്ധത്തിൽ നശിച്ചതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ് ഇതൊക്കെ. അത് ശരി. അപ്പം ഇനിയും പയ്യെ ഇവിടുന്ന് ഞങ്ങൾ പരേഡ് നടക്കുന്നിടത്തേക്ക് പോകണം. കാരണം ഇവിടെ വിശിഷ്ടാതിഥി വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു ഓഫീസർ എത്തി. ഇനിയിപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വരും. അപ്പോൾ പയ്യെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും.